ഇലക്ഷൻ കമ്മീഷൻ പോലും പറയാത്ത കാര്യങ്ങൾ അസീത്ത് പണിക്കരോടെ ന്യായീകരിക്കും. അയ്യോ, ഞാൻ പറഞ്ഞു ഇവിടുത്തെ മാധ്യമങ്ങൾ കണ്ടെത്തിയ കാര്യങ്ങളാ. നമ്മൾ മാത്രം മര്യാദക്കാരെ ജീവിച്ചാലേ തല്ലുകൊണ്ട് തൂറി മെഴുകത്തേ ഉള്ളൂ. നമ്മുടെ നാട്ടിലെ മാധ്യമ സ്ഥാപനങ്ങൾ തെളിവ് സഹിതം പുറത്തു കൊണ്ടുവന്ന കാര്യങ്ങളെ എനിക്ക് വിശ്വസിക്കുന്നതിന് ബുദ്ധിമുട്ടില്ല. രാഹുൽ ഗാന്ധി പത്രസമ്മേളനം നടത്തുന്ന സമയത്ത് ഇലക്ഷൻ കമ്മീഷൻ ഔദ്യോഗിക ഡേറ്റയുമായിട്ട് വരാൻ പറഞ്ഞു കഴിഞ്ഞാൽ രാഹുൽ ഗാന്ധി ഇന്ത്യയുടെ പ്രധാനമന്ത്രിയല്ലല്ലോ, ഇന്ത്യയുടെ രാജാവൊന്നുമല്ലല്ലോ. അവരെ എക്സ്പീരിയൻസ് ഇല്ലല്ലോ. രാഹുൽ ഗാന്ധിക്ക് പരാതിപ്പെടണം, പരാതിപ്പെട്ട ചെയ്യാം, പരാതിപ്പെടുന്നില്ലല്ലോ. ഞാൻ പറയട്ടെ, ലോക്സഭയിലെ പ്രതിപക്ഷ നേതാവ് ഉന്നയിച്ച ഒരു ആരോപണത്തിന് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ മറുപടി പറയാത്തത് കഷ്ടമാണെന്ന് എല്ലാ പത്രങ്ങളും, മലയാളം പത്രങ്ങൾ മാത്രം എടുക്കുക. അതിൽ പത്രത്തിലേക്ക് കേൾക്കോ സാറേ, ശ്രീകുമാർ സാറേ, പത്രങ്ങൾ പോയി രാഹുൽ ഗാന്ധിയുടെ ആരോപണം കള്ളമാണെന്ന് തെളിയിച്ചു കഴിഞ്ഞാൽ അത് വിശ്വസിക്കത്തില്ല. പക്ഷെ രാഹുൽ ഗാന്ധി പറയുന്നതിന് ഇലക്ഷൻ കമ്മീഷൻ മറുപടി പറയണമെന്ന് പറഞ്ഞാൽ ശ്രീകുമാർ സാർ കേൾക്കും അല്ലേ? ഈ അമ്മാവനൊരു മാറ്റമില്ല. നിങ്ങളുടെ വിചാരം ഈ നാട്ടിലുള്ള ആൾക്കാരെല്ലാം കോൺഗ്രസിന് വോട്ട് ചെയ്യാൻ വരുന്നു, കോൺഗ്രസിന് വോട്ട് ചെയ്യാത്ത തെരഞ്ഞെടുപ്പുകളെല്ലാം റിഗ്ഡ് ആണെന്നാണ് നിങ്ങളുടെ ധാരണ? ഇതിന്റെ അകത്തായപ്പോ ഇല്ലെങ്കിൽ ഞാൻ നിന്നെ പിറക്കി വിട്ടേനെ. അല്ലല്ല, ഒരു മിനിറ്റ്. അതായത് നോക്കൂ, രാഹുൽ ഗാന്ധി ഉന്നയിച്ച ആരോപണങ്ങൾ എന്നാണ് ഇവരൊക്കെ പറയുന്നത്. ആരോപണങ്ങളല്ല, അദ്ദേഹം തെളിവുകൾ സഹിതം പ്രദർശിപ്പിച്ച കാര്യങ്ങൾക്ക് തെരഞ്ഞെടുപ്പ് കമ്മീഷന് മറുപടി ഉണ്ടായില്ല. ആ തെളിവെല്ലാം തെറ്റാണെന്ന് തെളിഞ്ഞു എന്നാണ് ഞാൻ പറഞ്ഞത്. ഒറ്റ ചോദ്യം ചോദിച്ചോട്ടെ. ഒരൊറ്റ വീട്ടിൽ 501 വോട്ടുണ്ടെന്ന് പറഞ്ഞിരിക്കുന്നത് അദ്ദേഹം പറഞ്ഞിരിക്കുന്നത് വ്യാജമാണെന്നാണ്. അത് വ്യാജമാണോ അല്ലയോ? ശ്രീകുമാർ സാറിന് ഇപ്പൊ തന്നെ താങ്കളുടെ മുന്നിലുള്ള തെളിവ് വെച്ച് പറയൂ. മഞ്ജുഷ, അതൊരു വാലിഡ് ചോദ്യമല്ലേ? ഒരൊറ്റ വീട്ടിൽ 501 വോട്ടുണ്ട് എന്ന് രാഹുൽ ഗാന്ധി പത്രസമ്മേളനത്തിൽ താങ്കൾ പറയുന്ന തെളിവ് നിരത്തി. അത് വ്യാജമാണോ സത്യമാണോ? രാഹുൽ ഗാന്ധി പറഞ്ഞിരിക്കുന്നത് ഒരൊറ്റ വീട്ടിൽ 501 വോട്ടുണ്ട് എന്ന് പറയുന്നത് കള്ളമാണ്, തട്ടിപ്പാണ് എന്ന് പറഞ്ഞിരിക്കുന്നത് സത്യമോ അല്ലേ? നിങ്ങൾക്ക് ഇത് ചോദ്യം ചോദിക്കുമ്പോൾ കൊള്ളും സാറേ. രാഹുൽ ഗാന്ധി പറഞ്ഞിരിക്കുന്നത് അതാണ് പ്രശ്നം. ഞാൻ പറയട്ടെ, നിങ്ങളിങ്ങനെ രോഷം കൊള്ളല്ലേ സീത്തെ. ഞാൻ താങ്കളെ ഇങ്ങനെയല്ല ധരിച്ചത്. താങ്കൾ ക്ഷമിക്കൂ. താങ്കൾക്ക് ഞാൻ പറഞ്ഞോളൂ, ഞാൻ പറഞ്ഞിട്ട് പറഞ്ഞോളൂ. ഞാൻ പറഞ്ഞത് ലോക്സഭയിലെ പ്രതിപക്ഷ നേതാവായ രാഹുൽ ഗാന്ധി പത്രസമ്മേളനം നടത്തി കാര്യങ്ങൾ എല്ലാ പത്രലേഖകരെയും ഒരാൾക്ക് പോലും സംശയമില്ലാത്ത രീതിയിൽ ബോധ്യപ്പെടുത്തി കൊടുത്തിട്ട് അതിന് മറുപടി പറയാൻ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ 10 ദിവസം എടുത്തു. വെറുതെ അല്ല നാട്ടുകാർ മുഴുവൻ താൻ മണ്ടനാണെന്ന് പറയുന്നത്. 10 ദിവസത്തിൽ ശേഷം നൽകിയ മറുപടിയെ ആയിരുന്നില്ല. ഒന്ന്. രണ്ടാമത്തെ കാര്യം, ഇവിടെ രാഹുൽ ഗാന്ധി കർണാടകത്തിലെ മഹാരാഷ്ട്രത്തിൽ വോട്ട് ചേർക്കാനും കർണാടകത്തിൽ വോട്ട് കളയാനും അതോ തിരിച്ചാണോ എനിക്ക് അറിയില്ല, അത് ശ്രമം നടന്നു എന്നാ പറഞ്ഞത്. ശ്രമം നടന്നു. അതൊക്കെ എടുത്ത് വായിച്ചു നോക്ക്. അല്ല, അദ്ദേഹത്തിന്റെ പത്രസമ്മേളനം. ഞാൻ പറയട്ടെ. അല്ല, പക്ഷെ അദ്ദേഹം അങ്ങനെ പറയരുത്. അദ്ദേഹം പറഞ്ഞ അങ്ങനല്ല, അതല്ല രാഹുൽ ഗാന്ധി പറഞ്ഞത്. ഞാൻ പറയട്ടെ, നിങ്ങൾ പ്ലീസ് ക്ഷമിക്കൂ. അതിനുശേഷം അക്കാര്യത്തിൽ മഹാദേവപുരത്തെ ശേഷം ഹരിയാനയിൽ കൊണ്ടുവന്നു. ഹരിയാനയുടെ കാര്യത്തിൽ അദ്ദേഹം വ്യക്തമായ ഉത്തരം പറഞ്ഞില്ല. അന്ന് രാഹുൽ ഗാന്ധി ഒരു കാര്യം കൂടെ പറഞ്ഞു, അടുത്തത് ബീഹാർ. ഇവൻ മലയാളിയാണോ അതോ വേറെ നാട്ടുകാരാണോ? എന്നാ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ആ സമയത്ത് പത്രസമ്മേളനം, അത് BJP പ്രതിനിധിയാണ്, കേന്ദ്രമന്ത്രി റിജു ആനന്ദ് പത്രസമ്മേളനം നടത്തിയിട്ട് എന്താന്ന് നമ്മൾ കേട്ടതാണല്ലോ. ഇതൊക്കെ ഞാൻ ആവർത്തിക്കാണ് വെറുതെ. ഇനി അതൊക്കെ കഴിഞ്ഞു. ഈ തെരഞ്ഞെടുപ്പ് കമ്മീഷനെ കുറിച്ച് ആക്ഷേപം വരാനുള്ള കാരണം എന്താണ്? അവർക്ക് കൃത്യമായിട്ട് കാര്യങ്ങൾ ബോധ്യപ്പെടുത്താൻ ഇന്നലെ ഈ ന്യൂസ് 18 ചർച്ചയിൽ പങ്കെടുത്ത നമ്മുടെ മുൻ കേരളത്തിലെ തെരഞ്ഞെടുപ്പ് കമ്മീഷണർ ടിക്കാറാമിനെ എന്താ പറഞ്ഞത്? മഞ്ജുഷെ, താങ്കൾ കേട്ടതല്ലേ? തെരഞ്ഞെടുപ്പ് ഓഫീസറാ കേരളത്തില്, അറിയാമല്ലോ. അപ്പൊ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ സംശയത്തിന് അധീനമാകണം എന്നൊരു ചിന്തയെ രാഹുൽ ഗാന്ധി കൊണ്ടുള്ളൂ. അത് എപ്പോഴാ വന്നത്? അത് ഈ തെരഞ്ഞെടുപ്പിന് ശേഷം. ഇപ്പൊ 2 ഉപതെരഞ്ഞെടുപ്പുകളുടെ കാര്യം അല്ല, ഞാൻ പറയട്ടെ. അത് സൗകര്യപൂർവ്വം മിണ്ടാതിരിക്കരുത്. കേന്ദ്രത്തിലുള്ള തെരഞ്ഞെടുപ്പ് കമ്മീഷണറുടെ കാര്യം വരുന്ന സമയത്ത് രാഷ്ട്രീയം, ടിക്കാറാം മീണ വരുന്ന സമയത്ത് രാഷ്ട്രീയമില്ല, നിഷ്പക്ഷൻ. മോനെ, നീ നന്നായി വരൂടാ. അങ്ങനെ പറയല്ലേ സാറേ, നമ്മൾ കഞ്ഞിയല്ലേ കുടിക്കുന്നത് സാറേ? അങ്ങനെ പറയല്ലേ സാറേ, നമ്മൾ കഞ്ഞിയല്ലേ സാറേ കുടിക്കുന്നത്? താങ്കൾ ഈ പറഞ്ഞിരിക്കുന്ന കാര്യങ്ങൾ നോക്കൂ. ഞാനൊരു കാര്യം താങ്കൾ പറഞ്ഞു, മഹാദേവപുരയുമായി ബന്ധപ്പെട്ട് താങ്കൾ പറഞ്ഞിരിക്കുന്നതെല്ലാം തെറ്റായിരുന്നു എന്ന് പറഞ്ഞപ്പോ അതിനെ അംഗീകരിക്കാൻ പോലും താങ്കൾ തയ്യാറല്ല. ഇപ്പോൾ പക്ഷമുണ്ടോ? അല്ല, ഈ വിഷയത്തിൽ സത്യത്തിന്റെ പക്ഷമുണ്ട്.
താങ്കൾ നുണയുടെ പക്ഷത്ത് നിൽക്കുന്നു, അത്രേ ഉള്ളൂ. താങ്കൾ രോഷം കൊള്ളല്ലേ? അത്രേ ഉള്ളൂ. രോഷം കൊള്ളുന്നതിന്റെ അർത്ഥം എന്തുകൊണ്ട് പിന്നെ ഇന്ത്യയിൽ തെരഞ്ഞെടുപ്പ് നടന്നാൽ രാഹുൽ ഗാന്ധിയെ ജയിക്കാവും? അതാണ് ശ്രീകുമാർ സാറ് പറഞ്ഞു വരുന്നത്. അല്ല, യവൻ പറയുന്നതിലും കാര്യമുണ്ടെന്നേ. അതിനപ്പുറത്തേക്ക് എന്താ പറഞ്ഞു വരുന്നത്? ഇന്ത്യയിൽ എവിടെ തെരഞ്ഞെടുപ്പ് നടന്നാലും രാഹുൽ ഗാന്ധിയെ ജയിക്കാവും, വേറെ ആര് ജയിച്ചാലും ഞങ്ങൾ കളിക്കില്ല, അതല്ലേ പറയുന്നേ? ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ മക്കളെ.